ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ല? എനിക്കും എൻ്റെ ഫാമിലിക്കും അൽഹംദുലില്ലാ സുഖമാണ്. ഒരാഴ്ച ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാൻ വന്നതായിരുന്നു. 2 ദിവസം മുന്നേ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ മക്കളുമായിട്ട് കുറച്ച് റിസ്ക് എടുക്കേണ്ടതെന്ന് വിചാരിച്ച് എടുത്തിട്ടില്ല. ഇൻഷാ അള്ളാ ഇനി വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. ഈവനിങ് ആയപ്പോൾ പുറത്തൊന്ന് ഇറങ്ങിയതാണ്. മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ പുറത്തിറങ്ങിയെന്ന് പറഞ്ഞാൽ വീടിൻ്റെ പുറത്തിറങ്ങിയതാട്ടോ. അങ്ങനെ ഞാൻ ഉപ്പയും അനിയത്തിയും മക്കളും പിന്നെ ഉമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവർ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് വന്നതാണ്. രാവിലെ തൊട്ടുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കുറച്ച് റിസ്ക് ആയതുകൊണ്ടാണ്. പിന്നെ എന്ന് വെച്ചാൽ ഇതാ മക്കൾക്ക് ഈവനിങ് ആയപ്പോൾ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടിച്ചിട്ടുണ്ടല്ലോ, മഴ പെയ്യുന്നൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ പുറത്തിറങ്ങാമല്ലോ എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അങ്ങനെ അവരിതാ ഫുള്ള് ഹാപ്പി ആട്ടോ. അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറേ ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പക്ഷെ അതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല. അത് കുറച്ചുകൂടി റെഡി ആക്കാനുണ്ട് എന്ന് പറഞ്ഞു അമ്മ. അതുകൊണ്ട് ഞാൻ പിന്നെ അത് ഇനി അടുത്ത ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് എടുത്തിട്ടൊന്നുമില്ല. പിന്നെ ഉപ്പയായിട്ട് മക്കളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈവനിങ് ഒരു ടീ ടൈമൊക്കെ ഉണ്ട് എല്ലാവർക്കും. പക്ഷെ ഞങ്ങൾക്കത് നിർബന്ധമൊന്നുമില്ല. എന്നാലും ഇടയ്ക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കും എന്നല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് ചായ ഒന്നും കുടിക്കാറില്ല. പിന്നെ അതാ അവരുടെ അടുത്തുള്ളൊരു ഫ്രണ്ട് വന്നിട്ടുണ്ട് മക്കളുടെ. അങ്ങനെ അതാ അവരൊക്കെ കളിക്കുകയാണ്. അവർ എല്ലാവരും കൂടെ ആകും ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് അവർക്കൊക്കെ. അങ്ങനെ അതാ ഒരു നല്ല സ്നേഹത്തിലൊക്കെയാണ്. എപ്പോഴും അടി ഉണ്ടാക്കാമെന്ന് അറിയില്ല, എന്നാലും കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു ഹാപ്പിനെസ് ആണല്ലോ അതൊക്കെ കാണുമ്പോൾ. മക്കൾ കളിക്കുമ്പോൾ അവരിങ്ങനെ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടഞ്ഞുകൂടി ഇരിക്കുന്നതിനെക്കാട്ടും നല്ല പുറത്തിറങ്ങിയാൽ നല്ല ഒരു ഹാപ്പി അല്ലേ കാണാൻ. അങ്ങനെ രാത്രിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവർക്ക് ഫുഡൊക്കെ കൊടുക്കണ്ടേ. പിന്നെ ഈവനിങ് അധികമൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. പിന്നെ ഫുഡ് കൊടുക്കുന്നതാണ് എടുത്ത്. അവർക്ക് ഞാൻ കിച്ചടി പരിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഉമ്മ ഉണ്ടാക്കിയതാണ്. അങ്ങനെ അതൊന്ന് ട്രൈ ആക്കിയാലോ എന്ന് വെച്ചാൽ മക്കൾക്ക് കൊടുത്തപ്പോൾ മോള് കഴിക്കുന്നുണ്ട്. പക്ഷെ മോന് കഴിക്കുന്നില്ല. മോന് അങ്ങനെയാണല്ലോ പണ്ടേ. അവന് പ്രത്യേകിച്ച് ഉണ്ടാക്കുന്ന ഫുഡൊന്നും അവന് ഇഷ്ടപ്പെടുമല്ലോ. അങ്ങനെ അവനിഷ്ടപ്പെട്ട ഓരോ ഫുഡുകൾ മാത്രം. പിന്നെ ഞാൻ അവന് ചോറ് കൊടുത്തു നോക്കാമെന്ന് വിചാരിച്ചു. ചോറ് കൊടുത്താൽ അവന് കഴിക്കും നോക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ അത് കിച്ചടി പരിപ്പ് ഉണ്ടാക്കിയത് കഴിക്കാത്തതുകൊണ്ട് ആണ് അങ്ങനെ കൊടുത്തു നോക്കിയത്. കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉറങ്ങാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് അതൊക്കെ ഞാനിതാ അവളെ ഉറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ഉറക്കാൻ നോക്കുകയാണ്. അത് നടക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ അവനിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റ് ഓഫ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, ഡോറടയ്ക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ഓരോ വാശിയും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി എപ്പോഴാണ് ഉറങ്ങുകയെന്നൊന്നും അറിയില്ല. ഇപ്പം തന്നെ 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഈവനിങ് കുറച്ച് ഉറങ്ങിയിരുന്നു, അതായിരിക്കും ലേറ്റ് ആവുന്നത്. ഇനി ഉറങ്ങും നോക്കാം. മോള് ഇപ്പോൾ ഏകദേശം എണീക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇവൻ്റെ കളി കാണുമ്പോൾ. എന്നാലും ഞാൻ സൗണ്ട് ഉണ്ടാക്കില്ലേ എന്ന് പറഞ്ഞ് പിടിച്ചു വെക്കുകയാണ്. പിന്നെ ഞാനിതാ മാക്സിമം അവനെ ഉറക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ എൻ്റെ സംസാരവും ഒക്കെ കേട്ട് അവൻ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാ കളിപ്പാട്ടും വെച്ചിട്ടാണ് അവൻ ഉറങ്ങുന്നത്. പിന്നെ എങ്ങനെ വെച്ചാൽ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒക്കെ റെഡിയാക്കി എടുത്ത് വെച്ച്. അങ്ങനെ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. ഇനി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.